എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. സാധാരണഗതിയിൽ ത്വക്കിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രായം വർദ്ധിക്കാതിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവായിട്ട് നമ്മൾ പറയുന്ന ചില വൈറ്റമിനുകളുണ്ട്. അതിൽ മുൻഗണനയിലുള്ളവയാണ് വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി തുടങ്ങിയവയൊക്കെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ഉണ്ട്. തീർച്ചയായിട്ടും ഒരു 10 വയസ്സോളം നിങ്ങളുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ചുക്കിച്ചുളിവുകളൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ഉണ്ട്, വൈറ്റമിൻ K2. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ നമ്മുടെ ശരീരത്തിനകത്ത് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്, ഒരു ഷേപ്പൊക്കെ കൊടുക്കുന്നത് കൊളാജൻ ആണെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു പ്രായമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കൊളാജൻ അടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ കൊളാജൻ സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൊളാജനാണ് സ്കിന്നിന് ടെക്സ്ചർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ സ്മൂത്ത്നെസ് ഏകദേശം 70% തൊട്ട് 80% വരെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ കൊളാജന് കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൊളാജൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ വയസ്സ് കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. അപ്പോൾ ഈ കൊളാജൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വൈറ്റമിൻ ഉണ്ട്, അതാണ് വൈറ്റമിൻ K2. അപ്പോൾ ഇതിന് 2 തരത്തിലാണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഒന്ന്, നമ്മുടെ മുഖത്തിൻ്റെ സ്കിന്നിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ടെക്സ്ചർ മാത്രമല്ല, അതിൻ്റെ ഷേപ്പ്, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കാഫോൾഡിങ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മൾ എന്ത് ബിൽഡിംഗ് ഉണ്ടാവും അതിലൊരു സ്ട്രക്ചർ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇങ്ങനെ നമ്മുടെ മുഖത്തിനുള്ള സ്ട്രക്ചർ ഉണ്ടാക്കുന്ന ഘടകമാണ് എല്ലുകൾ. മുഖത്തിൻ്റെ എല്ലുകളുടെ ആരോഗ്യവും നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലുകളുടെ ആരോഗ്യവും അതുപോലെ തന്നെ കൊളാജൻ്റെ സിന്തസിസും രണ്ടും ഒരുപോലെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ ആയിരിക്കും ഏറ്റവും നല്ല സൗന്ദര്യ വർദ്ധകമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുക. രണ്ടും ഒരുപോലെ സഹായിക്കുന്ന, അല്ലെങ്കിൽ എല്ലിൻ്റെ ആരോഗ്യത്തിനും നേരത്തെ പറഞ്ഞ കൊളാജൻ്റെ നിർമ്മാണത്തിനും ഒരുപോലെ സഹായിക്കുന്ന കാര്യമാണ് ഈ വൈറ്റമിൻ K2 എന്ന് നമ്മൾ വിളിക്കുന്നത്. വൈറ്റമിൻ K2 സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യത്തിനെ ആക്ടിവേറ്റ് ആക്കിയിട്ട് കൊളാജൻ്റെ സിന്തസിസ് വർദ്ധിപ്പിക്കും, കൊളാജൻ്റെ നിർമ്മാണം ത്വരിതപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മറ്റൊന്ന്, നമ്മുടെ ശരീരത്തിലെ രക്തത്തിനകത്തുള്ള കാൽഷ്യത്തിനെ എടുത്ത് ബോണിൽ നിക്ഷേപിച്ച് എല്ലുകളുടെ ബലവും ഭംഗിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി, ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് വൈറ്റമിൻ K2. ഇതിനൊരു സ്റ്റഡി ഉണ്ട്, ഒരു മെറ്റാ അനാലിസിസ് ഉണ്ടായിരുന്നു. ഒരു 19,000-ൽ പരം വരുന്ന ജനങ്ങളുടെ ഒരു മെറ്റാ സ്റ്റഡി നടത്തുകയുണ്ടായി. അതിൽ പറയുന്നത് ഏകദേശം 3 മാസത്തോളം വൈറ്റമിൻ K2 കൃത്യമായി അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരുടെ എല്ലുകൾക്കുണ്ടാവുന്ന ബലം വർദ്ധിച്ചു, അല്ലെങ്കിൽ ഇവർക്ക് ഫ്രാക്ചർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഗണ്യമായി കുറഞ്ഞു എന്നുള്ള ഒരു സ്റ്റഡി ഇന്ന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാനുണ്ട്. അപ്പോൾ ഇത് എല്ലിൻ്റെ ആരോഗ്യത്തെ പൂർണ്ണമായിട്ടും വർദ്ധിപ്പിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കാനുള്ള കൊളാജൻ്റെ നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നു. ഇനി ഇത് എവിടെ നിന്നാണ് കിട്ടുക? സാധാരണഗതിയിൽ അത്ര ലാവിഷായിട്ട് നമുക്ക് ഇത് കിട്ടാറില്ല നമ്മുടെ ഭക്ഷണത്തിൽ. ധാരാളമായിട്ട് K2 അടങ്ങിയ ഒരു സാധനം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സാധനമാണ് ഗൂസ് ലിവർ, അല്ലെങ്കിൽ താറാവിൻ്റെ ലിവറിനകത്ത് ഇത് ധാരാളം ഉണ്ട് എന്നാണ് പറയുന്നത്, വൈറ്റമിൻ K2. അതുപോലെ തന്നെ ചില തരത്തിൽപ്പെട്ട ചീസിലും ഇത് ധാരാളമായിട്ടുണ്ട്. പക്ഷേ സപ്ലിമെൻ്റ് ആയ രീതിയിൽ ഇത് ധാരാളമായിട്ട് കിട്ടുക ജപ്പാൻകാരുടെ ഇഷ്ടപാനീയമായിട്ടുള്ള നാറ്റോയിലാണ്. നാറ്റോ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ വെച്ചുണ്ടാക്കുന്ന, അത് ഫെർമെൻ്റ് ചെയ്ത്, അത് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പല സ്റ്റോറുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നാറ്റോ കഴിക്കുന്നതും വൈറ്റമിൻ K2ൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ്. മറ്റൊന്ന്, വൈറ്റമിൻ, ചിലരൊക്കെ പറയാറുണ്ട് വൈറ്റമിൻ K1 കഴിച്ചാൽ പോരെ, ഏകദേശം K2വിനെ പോലെ തന്നെ ഉണ്ടല്ലോ. ഇതിൻ്റെ പല സ്ട്രക്ചറിൽ ഇത് ഏകദേശം സിമിലർ ആണെങ്കിലും വൈറ്റമിൻ K1ഉം K2വും ഗണ്യമായ വ്യത്യാസമുണ്ട്. K1 നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിലൊക്കെ, പല വെജിറ്റബിൾസിലും K1 ഉണ്ട്. പ്രത്യേകിച്ച് ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളിലൊക്കെ K1 ഉണ്ടാകാം. പക്ഷേ K2 വളരെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വൈറ്റമിൻ K2 നമ്മളൊരു സപ്ലിമെൻ്റായിട്ട് ഉപയോഗിക്കണമെന്ന് നമ്മൾ പറയാറുള്ളതും. വൈറ്റമിൻ K2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത് മിനാക്വിനോൺ എന്ന് പറയുന്ന മിനാക്വിനോൺ 7 എന്ന് പറയുന്ന ഒരു ഫോർമുലാണ്.
ഈ ഫോമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോം. നമ്മളത് ചുരുക്കിയിട്ട് MK7 എന്ന് വിളിക്കാറുണ്ട്. MK7 എന്ന രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വൈറ്റാമിൻ K2 നമ്മുടെ ശരീരത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലിൻ്റെ ഉറപ്പും അതുപോലെ തന്നെ കൊളാജൻ്റെ നിർമ്മാണത്തിനും ധാരാളമായിട്ട് സഹായിക്കും. ഒരു ദിവസത്തേക്ക് എത്ര വേണം എന്ന് ചോദിച്ചാൽ വളരെ ഡിപ്പെൻസ്. നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് അല്ലെങ്കിൽ നമ്മുടെ എത്രമാത്രം നമുക്ക് നമ്മുടെ ഇൻഡെപ്തിലേക്ക് നമുക്ക് പ്രശ്നമുണ്ടോ എന്നതിന് ആനുപാതികമായിട്ടാണ് നമ്മളിതിൻ്റെ ഇൻടേക്ക് വേണ്ടത്. 45 മൈക്രോഗ്രാം തൊട്ട് 350 മൈക്രോഗ്രാം വരെ ഇത് കൊടുക്കാറുണ്ട് സാധാരണഗതിയിൽ. പക്ഷേ സാധാരണ എല്ലിൻ്റെ ഉറപ്പിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 100 മൈക്രോഗ്രാം MK7 കൊടുക്കണമെന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ വൈറ്റാമിൻ K2 കൊടുക്കണമെന്നാണ് പൊതുവെ പറയാറുള്ളത്. ഇനി ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഇത് കേട്ട് ചാടി പുറപ്പെട്ട് K2 ആരും വാരി വലിച്ച് കഴിക്കരുത്. കാരണം നിങ്ങൾ ചിലപ്പോൾ സമയത്ത് ഏതെങ്കിലും ഒരു രോഗത്തിന്, പ്രധാനമായിട്ട് ഹൃദയ സംബന്ധമായ രോഗത്തിന് ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ ഡോക്ടറുടെ കൺസേണോട് കൂടി മാത്രമേ വൈറ്റാമിൻ K2 ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം വൈറ്റാമിൻ K2 സാധാരണ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ വൈറ്റാമിൻ K2 ഇല്ലെങ്കിലാണ് ധാരാളമായിട്ട് രക്തം വാർന്നു പോകാനൊക്കെയുള്ള സാധ്യതകളും വർദ്ധിക്കുന്നത്. അപ്പോൾ വൈറ്റാമിൻ K2 നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുടെ കൺസേൺ കൂടി വാങ്ങുക. അപ്പോൾ നിങ്ങളുടെ യൗവനം നിലനിർത്താൻ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൻ സംരക്ഷകൻ, ത്വക്ക് സംരക്ഷകൻ എന്ന് പറയുന്നത് വൈറ്റാമിൻ K2 ആണ്. വൈറ്റാമിൻ K2 ശരിയായ രീതിയിൽ തന്നെ MK7 എന്ന ഫോമിൽ തന്നെ എടുക്കാൻ വേണ്ടി തയ്യാറാവുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.